ആലപ്പുഴയിൽ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. എടത്വ സെയിന്റ് അലോഷ്യസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥി ലിജുമോനാണ് മരിച്ചത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇന്ന് പലയിടങ്ങളിലായി ഇപ്പോൾ ഒന്നിലേറെ വാഹനാപകടങ്ങളുടെ വാർത്തയാണ് നമ്മൾ നൽകുന്നത്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? അനുജ, ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ലിജുമോൻ, മെറിക്ക് എന്നീ രണ്ട് വിദ്യാർത്ഥികളാണ്. രണ്ടുപേർക്കും 18 വയസ്സാണ്. ഈ രണ്ടുപേരാണ് ബൈക്കിലുണ്ടായിരുന്നത്. ഇതിൽ ലിജുമോനാണ് മരിച്ചത്. ഇവരുടെ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ചാണ് അപകടം ഉണ്ടായത്. ഇരുവരും ഇന്നലെ രാത്രി കേറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ അപകടം ഉണ്ടായത്. എന്താണ് ഈ അപകടത്തിൻ്റെ കാരണമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതായത് ഇവർ ഉറങ്ങിപ്പോയതാണോ, മറ്റെന്തെങ്കിലും തരത്തിൽ വാഹനം നിയന്ത്രണം വിട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അത് രാത്രി സമയമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് വഴിയാത്രക്കാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ലിജുമോൻ മരിച്ചിരുന്നു. രണ്ടുപേരും ഈ സെൻറ് അലോഷ്യസ് കോളേജിലെ എക്കണോമിക്സ് 1ാം വർഷ വിദ്യാർത്ഥികളാണ്. നിലവിൽ ഇപ്പോൾ ഇവരുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അനുജ, ആലപ്പുഴയിലാണ് അപകടമുണ്ടായത്. ബൈക്ക് വിദ്യാർത്ഥി അപകടത്തിൽ മരിച്ചു. ബിരുദ വിദ്യാർത്ഥി സെയിന്റ് അലോഷ്യസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥി ലിജുമോനാണ് മരണമടഞ്ഞത്. പുലർച്ചെയായിരുന്നു അപകടം.